നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ 149 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൈത്തിരീയോപനിഷത്ത് അതിൻ്റെ 2-ാം അധ്യായം, അതായത് ബ്രഹ്മാനന്ദവല്ലിയിലെ 6-ാം അനുഭാഗമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. 6-ാം അനുഭാഗത്തിലെ 1-ാം മന്ത്രത്തിൽ പറയുന്നത്, ബ്രഹ്മം അസത്താകുന്നു. അതായത് ഇല്ല എന്ന് കരുതുന്നവർ ആരാണോ, അത് ബ്രഹ്മം ഇല്ല എന്ന് കരുതുന്നവരെ അസത്തായിട്ട് കരുതുന്നു. ബ്രഹ്മത്തിന് നിലനിൽപ്പുണ്ട് എന്ന് അറിയുന്നവരാരാണോ അവനെ സത്തായിട്ടും പറയുന്നു. സകലത്തിലും പ്രതിഷ്ഠയായിട്ടുള്ള ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ വിവരിക്കുന്ന ഒരു മന്ത്രമാണ് ഇതെന്ന് പറയുന്നത്. കർത്താവും ഭോക്താവുമായി അനുഭവപ്പെടുന്ന ജീവന്റെ തന്നെ 2 ഭാവങ്ങളെയാണ് വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും വെളിപ്പെടുത്തുന്നത്. ഭൗതികമായിട്ട്, അതായത് ഭൗതികമല്ലാത്ത ബ്രഹ്മം പ്രത്യക്ഷമല്ലാത്തതിനാൽ, അതായത് ബ്രഹ്മത്തെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ നിരാകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരാകരിക്കുന്നവരെ പഞ്ചകോശങ്ങളെയും ഉണ്മ കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന സ്വന്തം ആത്മാവിനെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ബ്രഹ്മത്തെ നിഷേധിക്കുന്നവർ തന്നെ അല്ലെങ്കിൽ തന്റെ ഉണ്മയെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, ആധ്യാത്മികമായ തങ്ങളുടെ അസ്തിത്വത്തെ വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിന് ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യം ഇല്ല എന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു. സദാചാര മൂല്യങ്ങളെ വിലവയ്ക്കാത്തതിനാൽ അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ് അവരെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. അതായത് നാസ്തികന്മാരുടെ ജീവിതം കൊണ്ട്, അതായത് ബ്രഹ്മമില്ല, ഈശ്വരനില്ല എന്ന് പറയുന്നവരുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലാത്തതുപോലെയാണ്, അല്ലെങ്കിൽ യാതൊരു അർത്ഥവും ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെയാണ് ബ്രഹ്മമില്ല എന്ന് പറയുന്നവരുടെയും ജീവിതം എന്ന് പറയുന്നത്. ഒരു തരത്തില് ആസ്തികത എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അംഗീകരിക്കലാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോൺഷ്യസ് മൈൻഡാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഒരു ബോധമണ്ഡലത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയുടെ, അല്ലെങ്കിൽ ആ ശക്തിക്കനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത് എന്നും വിശ്വസിക്കാതിരിക്കാൻ സാധ്യമല്ല തന്നെ. അതായത് ഇവിടെ പറയുന്നത്, ബ്രഹ്മത്തിൽ വിശ്വസിക്കാത്ത നാസ്തികന്മാർ അവിദ്യ കൊണ്ട് ബന്ധനത്തിലേക്കും, ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്ന ആസ്തികന്മാർ വിദ്യ കൊണ്ട് മോക്ഷത്തിലേക്കും നയിക്കപ്പെടുന്നു എന്ന് പറയുന്നു. 2-ാം മന്ത്രത്തില് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു, അവിദ്വാനായ, അതായത് ബ്രഹ്മത്തെ അറിയാത്ത ഒരുവൻ മരണത്തിന് ശേഷം ബ്രഹ്മലോകത്തെത്തുമോ? അതുപോലെ ബ്രഹ്മത്തെ അറിഞ്ഞ ഒരുവൻ മരണശേഷം ബ്രഹ്മലോകത്തെത്തുമോ? ഇങ്ങനെ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും ആത്മാവ് ബ്രഹ്മം തന്നെയാണെങ്കിൽ അജ്ഞാനിയും മരണശേഷം ബ്രഹ്മത്തെ പ്രാപിക്കുമോ? അജ്ഞാനി ബ്രഹ്മത്തെ പ്രാപിക്കുകയില്ലെങ്കിൽ അതേ അനുഭവം ജ്ഞാനിക്കും വരണമല്ലോ. അതുകൊണ്ട് ജ്ഞാനിയും മരണശേഷം ബ്രഹ്മത്തെ പ്രാപിക്കുമോ? ജ്ഞാനിയും അജ്ഞാനിയും ബ്രഹ്മത്തെ പ്രാപിക്കുന്നില്ലെങ്കിൽ എല്ലാത്തിനും കാരണഭൂതരായിട്ടുള്ള ബ്രഹ്മം യഥാർത്ഥത്തിൽ പരമാർത്ഥമാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ രണ്ടാം മന്ത്രത്തിൽ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി എന്നോണം മൂന്നാം മന്ത്രത്തിലെ പറയുന്നത്, ഞാൻ വിവിധങ്ങളായി തീരട്ടെ എന്നും ഞാൻ ജനിക്കട്ടെ എന്നും ആത്മാവ് മോഹിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൻ തപസ്സനുഷ്ഠിച്ച് ഈ കാണുന്ന സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിനു ശേഷം അതിൽ അനുപ്രവേശിച്ചു. അതിനുശേഷം ബ്രഹ്മം ആകാരമായുള്ളതായും ആകാരമില്ലാത്തതായും നിർവചിക്കപ്പെട്ടതായും നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതായും തുണയുള്ളതായും ഇല്ലാത്തതായും ജീവനുള്ളതായും ഇല്ലാത്തതായും സത്യമായും അസത്യമായും ഭവിച്ചു. അതിനാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അവയെല്ലാം സത്യമാണ്. ഇവിടെ പ്രപഞ്ച സൃഷ്ടി ആത്മാവിന്റെ ഇച്ഛ മാത്രമാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവ് ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അത് സാധാരണ ജീവികളിൽ കാണുന്ന ആഗ്രഹം പോലെയായിട്ട് അതിനെ കാണാൻ പാടില്ല. തനിക്ക് കിട്ടാത്തതായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ സാധാരണ ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വസ്തു ഇല്ലാത്തത് കൊണ്ട് കിട്ടാത്തതായ വസ്തുവിൽ ആഗ്രഹമുണ്ടായി എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വതന്ത്രമായ ആത്മാവിന്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ ആഗ്രഹമായി പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ മനുഷ്യ സഹജമായ ആഗ്രഹം, ഓരോന്ന് സാധിക്കാനുള്ള ആഗ്രഹമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ആത്മാവിന് അതീതമായിട്ടൊന്നുമില്ല, ആത്മാവിന് വശംവദമാകാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിന് അത്തരം മനുഷ്യ സഹജമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് താല്പര്യം. താൻ പലതായി തീരണമെന്നും ജനിക്കണമെന്നും വിചാരിക്കുമ്പോൾ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവായി തീരണമെന്നല്ല വിചാരിക്കുന്നത്. തന്നിൽ തന്നെ അവ്യാകൃതങ്ങളും അനഭിവ്യക്തങ്ങളുമായിട്ടുള്ള നാമരൂപങ്ങളെ വ്യാകൃതങ്ങളും അഭിവ്യക്തങ്ങളും ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എട്ടുകാലി തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നൂലുകളെ കൊണ്ട് വലകെട്ടുകയും പിന്നീട് തന്നിലേക്ക് ഉപസംഹരിക്കുകയും ചെയ്യുന്നത് പോലെ ബ്രഹ്മം നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ സ്വയം പ്രകടമാക്കുകയും അവസാനം തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അതിനുവേണ്ടി ഇവിടെ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. എങ്ങനെയെന്നാൽ എട്ടുകാലി തൻ്റെ ശരീരത്തിൽ നിന്ന് നൂലുകളെ കൊണ്ട് വലകെട്ടുന്നു. പിന്നീട് ആ ആവശ്യം കഴിയുമ്പോൾ ആ വലയെ തന്നിലേക്ക് വീണ്ടും ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രപഞ്ചവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ഇല്ലാതാക്കാനും ബ്രഹ്മത്തിന് സാധിക്കുമെന്ന് താല്പര്യം. ഏഴാം അനുഭാഗത്തില് ഈ പ്രപഞ്ചം സൃഷ്ടിക്കു മുൻപ് അസത്തായിരുന്നു, അതിൽ നിന്നും സത്തുത്ഭവിച്ചു എന്ന് പറയുന്നു. അത് സ്വയം ആത്മാവിനെ സൃഷ്ടിച്ചു. അത് കാരണം അത് സുകൃതം, അതായത് സ്വയം കൃതം എന്ന് പറയുന്നു. ഏതൊന്നാണോ സുഹൃതമെന്ന് കീർത്തികരമായിട്ടുള്ളത് അത് രസമെന്ന് കീർത്തിയുള്ളതാണ്. രസം കിട്ടിയത് കൊണ്ട് ഇവൻ സന്തോഷമുള്ളവനായിത്തീരുന്നു. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ഒരു തരത്തിൽ രസസമ്പന്നമാണ് എന്ന് താല്പര്യം. ഇവിടെ അസത്തായിരുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ ശൂന്യമായി ഇരുന്നു എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. അത് ശരിയല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ശൂന്യമായിട്ടുള്ളതിൽ നിന്ന് മറ്റൊന്നൊരിക്കലും ഉണ്ടാക്കാൻ സാധ്യമല്ല.
അതുകൊണ്ട് നാമരൂപാത്മകമായി ഇപ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം ഉൽപ്പത്തിക്ക് മുമ്പ് നാമരൂപങ്ങൾ ഇല്ലാത്ത ബ്രഹ്മമായിരുന്നു എന്നേ അതിനെ നമ്മൾ ഗ്രഹിക്കാവൂ. അതുകൊണ്ട് നിർഗുണവും നിരാകാരവും നിർവികൽപ്പവുമായ ബ്രഹ്മം ഗ്രഹിക്കാൻ പ്രയാസമായതിനാൽ ഇവിടെ അസത്ത് എന്ന പദം ഉപയോഗിച്ചു. ആ അവ്യാകൃതമായ ബ്രഹ്മത്തിൽ നിന്നാണ് വ്യാകൃതമായ അല്ലെങ്കിൽ സത്തായിട്ടുള്ള ഈ ജഗത്ത് ഉണ്ടായത്. ചുരുക്കത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് കാര്യരൂപമായ ഈ പ്രപഞ്ചം ഭിന്നമായി തീരുകയല്ല ഉള്ളത്, വ്യത്യസ്തമല്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയിട്ടുള്ളത്. ഇവിടെ ആത്മാവിനെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ രസം എന്ന് പറയുന്നത് എല്ലാത്തിലും സത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നിനെയാണ് രസം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ പല വിധത്തിലുള്ള രസങ്ങൾ പ്രസിദ്ധമായിട്ടുണ്ട്. അവയെല്ലാം അർഹതയുള്ളവർക്ക് ആനന്ദത്തിന് പാത്രമാകുന്നത് പോലെ സകലതിൻ്റെയും രസമായിട്ടുള്ള ഈ ആത്മാവ് എല്ലാവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുമെന്ന് പറയുന്നു. മനുഷ്യന്റെ പരമമായ ലക്ഷ്യം ഈ രസം ആസ്വദിക്കുക എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ പറയാറുണ്ട് ഒരു രസമില്ല എന്ന് പറയാറുണ്ട് അല്ലേ. ആ രസം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അനുഭവിക്കുന്ന രസമാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. രസമെന്ന് പറയുന്നത് സത്തയാണ്, ഒന്നിൻ്റെ അല്ലേ മാലിന്യങ്ങളില്ലാത്ത സത്താഭാവത്തെയാണ് രസം എന്ന് പറയുന്നത്. അപ്പൊ ആ സത്തയെ ആസ്വദിക്കുക, അത് തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആത്മാവ് ആനന്ദമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് രസസ്വരൂപമാണ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും സത്തയായി വർത്തിക്കുക. ബ്രഹ്മപ്രാപ്തി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്തയെ പ്രാപിക്കുക, പ്രപഞ്ചത്തിന്റെ ഉണ്മയെ പ്രാപിക്കുക. ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് അതിൽ പ്രാപിക്കുക, അതിലേക്ക് എത്തിച്ചേരുക, അതിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ്. അതാണ് മോക്ഷം എന്ന് സാമാന്യനെ പറയുന്നത്. എട്ടാം അനുഭാഗത്തിൽ പറയുന്നു, ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിനോടുള്ള ഭയം കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന്. അത് നമ്മൾ മുൻപൊരു കഥയിൽ സൂചിപ്പിച്ചതാണ്. ബ്രഹ്മത്തെ പറ്റിയുള്ള ഭയം കൊണ്ടാണ് കാറ്റ് വീശുന്നത്, ബ്രഹ്മത്തെ ഭയന്നിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, അഗ്നി ദഹിപ്പിക്കുന്നത്, ഇന്ദ്രൻ രക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പരമമായ ഒന്ന് ബ്രഹ്മത്തോടുള്ള ഭയം കൊണ്ടാണ് മരണം ഓരോരുത്തരെയും പ്രാപിക്കുന്നത്. ഇപ്പൊ മരണമുണ്ടാകുന്നതും ബ്രഹ്മമെന്ന ചൈതന്യത്തിന്റെ കഴിവാണ്. മരണമില്ലാത്ത അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വളരെയധികം ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു തരത്തിൽ ജീവിതത്തിന്റെ രസതലം എന്ന് പറയുന്നത് മരണത്താലാണ് അല്ലെ. മരണം ഉണ്ടായതുകൊണ്ടാണ് ജീവിതത്തിന് ഇത്രത്തോളം രസം ഉണ്ടാകുന്നത്. മരണമില്ലാതെ ഇരിക്കും അല്ലെങ്കിൽ താൻ മരിക്കില്ല എന്നുള്ള ബോധം ഒരുവന്റെ ജീവിതത്തെ വളരെയധികം വിരസമാക്കി തീർക്കും എന്നുള്ളതാണ്. ഏതായാലും മരണം പോലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ യമദേവൻ പ്രവർത്തിക്കുന്നത് ഈ ബ്രഹ്മത്തെ ഭയന്നിട്ടാണ് എന്നാണ് പറയുന്നത്. ചുരുക്കത്തില് ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഓഫീസിൽ അതിന്റെ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പൊ ആ ഹെഡിന് അല്പം ഭയം ഉണ്ട് എങ്കിൽ ഇവിടുത്തെ പ്രവൃത്തികളെല്ലാം ഭംഗിയായിട്ട് നടക്കും. നമ്മൾ സാധാരണ പറയും ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ ആകുമ്പോൾ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും അല്ലെ. വേണ്ടവണ്ണം കാര്യങ്ങൾ നടക്കാത്തൊരു സ്ഥിതി ഉണ്ടാവും. ഇവിടെ വേണ്ടവണ്ണം ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ വേണ്ടവണ്ണം നടക്കുന്നത് അല്ലെ ബ്രഹ്മം എന്ന് പറയുന്ന ചോദ്യം ചെയ്യാൻ അധികാരമുള്ള, ശിക്ഷിക്കാൻ അധികാരമുള്ള ഒരാൾ അടുത്തുണ്ട് എന്നുള്ള ബോധമാണ്.
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ മുറതെറ്റാതെ നടന്നു പോകുന്നത്. അതായത് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നിയമം തെറ്റാതെ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ദ്രാദി ദേവന്മാർ പോലും ബ്രഹ്മത്തെ ഭയപ്പെട്ടിട്ടാണ് തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് എന്ന് പറയുന്നു. ശരിക്കും ബ്രഹ്മത്തെ കുറിച്ച് ശ്രുതിയില് ഭയകാരണമായ ഒന്നായിട്ടല്ല പറയുന്നത്, ഭയനിവൃത്തിക്ക് കാരണമായ ബ്രഹ്മത്തെയാണ് വർണ്ണിക്കുന്നത്. ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം ആ ബ്രഹ്മത്തിന്റെ ചൈതന്യം കൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബ്രഹ്മം ഭയക്കേണ്ട ഒരു വസ്തുവായിട്ടല്ല പറയുന്നത്. ആ ബ്രഹ്മത്തിന്റെ നിയന്ത്രണമാണ് നേരത്തെ സൂചിപ്പിച്ച പ്രപഞ്ചത്തിന്റെ കോൺഷ്യസ് മൈൻഡ്, ഒരു ബോധതലം. ആ ബോധതലമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് താല്പര്യം. ഇത് ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഭാരതീയ ഋഷിവര്യന്മാര് ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുള്ള ആ പദത്തെ, അതിന്റെ മറ്റൊരു തലമാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട്, ഒരു കോസ്മിക് ചൈതന്യം ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു. ആ കോസ്മിക് ചൈതന്യം തന്നെയാണ് ബ്രഹ്മമെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്. ആ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ആ ശക്തിയുടെ പ്രവർത്തനമാണ് പ്രപഞ്ചത്തില്, അല്ലെങ്കിൽ പ്രപഞ്ച വ്യവസ്ഥകളെ, നിയമങ്ങളൊക്കെ ഇങ്ങനെ അനുസ്യൂതം, യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ചുരുക്കത്തില് ഏത് നിരീശ്വരവാദിക്കും ഏത് യുക്തിവാദിക്കും ഈ പ്രപഞ്ചത്തിന് ഒരു ബോധമുണ്ട് എന്ന നിയമത്തെ അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചേ മതിയാവൂ. അത് അംഗീകരിക്കുന്നുമുണ്ട് പ്രപഞ്ചത്തിന്റെ ബോധതലത്തെക്കുറിച്ച്. അതിനെ തന്നെയാണ് നമ്മുടെ ഋഷിവര്യന്മാര് ബ്രഹ്മമെന്ന് പറഞ്ഞത്. ആ ബോധതലത്തിൽ നിന്നാണ് സൃഷ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടായത്. കാരണം ഒരു ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എന്ന് ഏത് വ്യക്തിയും അംഗീകരിക്കാതെ തരമില്ല. അതിനെയാണ് പൗരാണിക ഭാഷ്യത്തില് ബ്രഹ്മമെന്ന ചിന്ത കൊണ്ട് നമുക്ക് ഋഷിവര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏതായാലും ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.